പഴുത്ത തക്കാളി മിക്സിയിൽ അരച്ച് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എൻ്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിനാണെങ്കിലും ദോശക്കാണെങ്കിലും ഇതൊരു സ്പൂൺ മാത്രം മതിയാവും. 5 തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി പേസ്റ്റും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ചെറിയ പീസ് പുളി എന്നിവ ചേർത്ത് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു തക്കാളി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വെറും 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു കിടിലൻ ഐറ്റാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും വറ്റൽമുളകും മൂപ്പിച്ച് മാറ്റി വെക്കാം. ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്തെടുത്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഇതിലേക്ക് മൂപ്പിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും വറ്റൽമുളകും ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. ഈ ഒരു സവോള തിരുമ്മിയതുണ്ടെങ്കിൽ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ ഇത് മാത്രം മതി കേട്ടോ. ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടി ഫോളോ ചെയ്യാൻ മറക്കരുത്. വയറിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഇന്ന് ചോറൊന്നും കഴിക്കണില്ല, കുറച്ച് കഞ്ഞി എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ ബാപ്പ. ഈ ഒരു പ്ലേറ്റ് ചിക്കൻ വിന്താലും അങ്ങോട്ട് വിളമ്പി കൊടുത്തപ്പോൾ ചോറൊന്നും പോയ വൈ എന്നെ കണ്ടില്ല. അത്രക്കും രുചിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് നല്ലപോലെ വഴറ്റിയെടുത്ത് 2 തക്കാളിയും കുറച്ച് കറിവേപ്പിലും കൂടെ ഒന്ന് ചേർത്ത് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, ചെറിയ ജീരകം, പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, വിനാഗിരി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ അതും കൂടെ ഒഴിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കനും ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ആദ്യം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കുക കേട്ടോ. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ ശർക്കര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എരിവും ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ചപ്പാത്തി, പൊറാട്ട, നെയ്ച്ചോറ്, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യാം. എന്നും ഒരേ രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിച്ച് മടുത്തെങ്കിൽ ഒരു തവണ ഈ ഒരു ഗ്രീൻ ചിക്കൻ ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. പുതിനയില, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മാരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ പൊടികളാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീട്ടിലൊക്കെ ഉണക്കി പൊടിച്ച് തയ്യാറാക്കി എടുക്കുന്ന പോലെ നല്ല വൃത്തിയിലാണ് കേട്ടോ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവരുടെ അടുത്ത് ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ സ്പൈസസും അവൈലബിൾ ആണ്. ഇവരുടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പേജും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അത്ര വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, മായൊക്കെ ചേർത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സൗകര്യം ഇല്ലാത്തവർക്കും സമയമില്ലാത്തവർക്കൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മസാലപ്പൊടികൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും 3/4 ടീസ്പൂൺ ഗരം മസാലയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 1 മുട്ടയുടെ പകുതിയും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം നാരങ്ങനീരും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ശേഷം നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 2 വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. 2 വശം നന്നായിട്ട് മൊരിച്ച് വേവിച്ചെടുക്കുക. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നും ഒരേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ എങ്ങനെയും തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. കൈപ്പങ്ങ വെച്ചിട്ട് ഇത്രയും രുചിയുള്ള ഐറ്റം നിങ്ങൾ മുമ്പ് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. അടിപൊളി ടേസ്റ്റ് ആണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മാറ്റി വെക്കുക. തണുത്ത ശേഷം ഒന്ന് ചതച്ചെടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 കൈപ്പങ്ങ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി നന്നായിട്ട് മൊരിച്ച് വേവിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് സവോള കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. തീ പോലും കത്തിക്കാതെ ചോറിനും ചപ്പാത്തിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റാണിത്. വീട്ടിലെപ്പോഴുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത്. ഇതിന് വേണ്ടിയിട്ട് 2 സവോള നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഈ ഒരു സവോളയൊക്കെ നന്നായിട്ട് വേറിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ വേർപ്പെടുത്തിയെടുത്ത ശേഷം ഇതിലേക്ക് ബീട്രൂട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ലപോലെ കുഴച്ചെടുക്കുമ്പോഴാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില ഓപ്ഷണലാണ്.
പുളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ വരെ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അടിപൊളിയാണ്, മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. കുമ്പളങ്ങ വെച്ചിട്ട് ഇത്രയും രുചിയുള്ളൊരു ഐറ്റം നിങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അത്. കുമ്പളങ്ങക്കറി ഇഷ്ടമില്ലാത്തവരും കുമ്പളങ്ങ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഇത് ഇഷ്ടത്തോടെ കഴിക്കും. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയുള്ളി മൂപ്പിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് കുമ്പളങ്ങ കഷ്ണങ്ങളായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളകും ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടികളൊക്കെ നല്ലപോലെ മിക്സ് ആയി കഴിയുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതിലേക്ക് ചെറിയുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത ശേഷം കുമ്പളങ്ങ വെന്ത് വരുമ്പോൾ അതിലേക്ക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അടിപൊളിയാണ്. ഒരൊറ്റ തവണ കുമ്പളങ്ങ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാക്കൂട്ടത് അത്രക്കും ടേസ്റ്റിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. 2 കപ്പ് സോയാബീനും ഒരു മുട്ടയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. സോയാബീൻ തിളച്ച് വെള്ളമൊഴിച്ച് 10 മിനിറ്റ് ഒന്ന് കുതിർത്ത ശേഷം ഇതുപോലെ ഇതിലെ പതയൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞെടുക്കാൻ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെച്ച ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു മുട്ടയും 1 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇളക്കി ഇതുപോലെ ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. ഇനി കുറച്ച് സവോളയും കറിവേപ്പിലയും ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു രക്ഷയില്ലാത്ത രുചിയിൽ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്ന ഒരു അടാറ് ബീഫ് വരട്ടിയതാണ് കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 സവോള ഒന്ന് വാട്ടിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ചെറിയുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് വെള്ളത്തോട് കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം വറ്റി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി കുരുവളഞ്ഞതും 1 പച്ചമുളകും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് ഓപ്ഷനിലാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എൻ്റെ പൊന്നോ, എന്താ ടേസ്റ്റ്! ഒരു തവണ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കാം. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കിടുക്കാച്ചി ഐറ്റാണ്. ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാതെ നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്, അതും കുക്കറിൽ. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ചധികം സമയം വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് എന്നിവ ചേർത്ത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ മൊരിഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങൾ തയ്യാറാക്കി എടുക്കുമ്പോൾ വെള്ളം ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഞാനിവിടെ ഫെറൈറ്റിന്റെ കാസ്റ്റേൺ കടായിലാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം ഇത് ഇളക്കി ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. ഒരുപാട് മൊരിഞ്ഞൊന്നും വരില്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട്. എന്നാലും നല്ല ടേസ്റ്റി ആയിരിക്കും. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ മനസ്സിൽ പോലും ചിന്തിക്കാത്തതും ചോറിലേക്കും ചപ്പാത്തിയിലേക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റം കണ്ടു നോക്കാം. 2 ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉടച്ചിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനനുസരിച്ചുള്ള ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് ആണ്. നമ്മളിതിലേക്ക് കടുക് വറുത്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ജീരകം ഓപ്ഷനിലാണ് കേട്ടോ. ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു നേപ്പാളിയൻ റെസിപ്പിയാണ്. എന്നും ഒരുപോലെ ഉണ്ടാക്കി കഴിച്ചു മടുത്തെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഗ്രേറ്ററിന്റെ ചെറിയ ഹോളിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചതച്ചെടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും നാരങ്ങനീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഏത് മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നാരങ്ങനീരും വെളിച്ചെണ്ണയൊക്കെ മിക്സ് ചെയ്ത്
ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി പാന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് രണ്ട് വശവും മൊരിപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റിയാണ്.